എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ തന്നെ റിയാക്ഷൻ വീഡിയോയുടെ ചാനലാണല്ലോ. അപ്പോൾ നമ്മളിന്ന് വന്നതെന്ന് വെച്ചാൽ ഒരു പുള്ളിക്കാരത്തി വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പാർട്ടി തന്നെയാണ് പുള്ളിക്കാരത്തി. അപ്പോൾ ആ ആളിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം. അവർ ആരെക്കുറിച്ചൊക്കെയോ എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ ഈ ഒരു ചാനൽ വഴി ആരെയും മാനസികമായിട്ടോ ഒരു തരത്തിലുമുള്ള വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഈ ചാനൽ. ഏതെങ്കിലും തരത്തിൽ എൻ്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഹായ് അരുണേട്ടാ, ഇത് അരുണേട്ടന് മാത്രമുള്ള വീഡിയോ ആണ്. ആരാണെങ്കിൽ അരുണേട്ടൻ എന്നല്ലേ? നമ്മുടെ ജസ്മോളുടെ സ്വന്തം അരുണേട്ടൻ അല്ല, ജസ്മോളുടെ സ്വന്തം ആങ്ങള എന്ന് നമുക്ക് പറയാം. അപ്പൊ ആരാണത്? എനിക്ക് മനസ്സിലായില്ല. ഇവരുടെ പേര് ലസിത പാലക്കൽ എന്നാണ്, പക്ഷേ ഇവരാരെയാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ജസ്മോൾ എന്നൊക്കെ പറയുന്നുണ്ട്. ആരാണോ എന്തോ. ഈ ലോകത്ത് ഒരു പേരിലുള്ള ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് അത് ആരെക്കുറിച്ചാണ് പറയുന്നതെന്നുള്ള കാര്യത്തിൽ എനിക്ക് ക്ലിയർ ആയിട്ടില്ല. അത് എന്തായാലും ഇവർ തന്നെ ക്ലിയർ ആക്കിക്കോളും. ജസ്മോൾ എന്നല്ലേ? അപ്പൊ അത് ഞാൻ ഇവിടെ ടാഗ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് എന്നുള്ളത്. അപ്പൊ ഈ അരുൺ എന്നെ പറ്റിയിട്ട് പറയുന്നുണ്ടായിരുന്നു, എന്നെ കാണാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അരുണേട്ടാ, താങ്ക് യു അരുണേട്ടാ, ഒരുപാട് നന്ദി ഉണ്ട് അരുണേട്ടാ. ഇങ്ങനെ തന്നെ നമുക്ക് പറയാം അല്ലെ? കാരണം ഞാനൊന്നും ഒരു കുട്ടികളെ പീഡിപ്പിച്ച കേസിൽ പ്രതിയൊന്നുമല്ല, അങ്ങനെയൊന്നുമില്ല. അരുണേട്ടൻ ഈ പറയുന്ന അരുണേട്ടൻ കേസിലെ പ്രതിയാണ് അരുണേട്ടാ. അരുണേട്ടൻ എന്താ അറിയില്ലേ? ആ പെൺകുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ ആ സമയത്ത് അതൊക്കെ വിട്ടതായിരുന്നു. വേണ്ട, ഇതിനാണ് വെറുതെ പ്രശ്നങ്ങൾക്ക് തലയിടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഇമാതിരി നാട്ട കേസുകൾക്കൊന്നും ഞാൻ ഒന്നാമത് കേസുകൾക്ക് ഞാൻ ഇടപെടാറില്ല. അപ്പൊ ഈ നമ്മുടെ താത്തക്കുട്ടി കേക്ക് മുറിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു വിഷയം കൂടുതലായിട്ട് ഇടപെട്ടത്. മനസ്സിലായിരുന്നോ? അല്ല, കേക്ക് മുറിച്ചതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു വർഷവും കൊണ്ടേക്ക് ആവാറായി വരുന്നു. പിന്നെ എന്തിനാണ് ഈ കേക്കിൻ്റെ വിഷയം എടുത്തിട്ടേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കേക്ക് മുറിച്ച് അതും കഴിഞ്ഞ് അതിനിടവും കഴിഞ്ഞു. പിന്നെ എന്തിനാണ് എൻ്റെ പൊന്നു ചേച്ചി ഈ കേക്കിൻ്റെ വിഷയം എടുത്തിടുന്നത്? എന്തായാലും ഈ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ കേൾക്കാം. കേക്കിൻ്റെ വിഷയം പറയേണ്ട കാര്യമൊന്നുമില്ല, കാരണം അത് കഴിഞ്ഞിട്ട് കുറേ കാലമായി. നമ്മളെ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്ക് ഒരുപാട് വലുതാണ്. അതുപോലെ തന്നെ അവൾക്കുള്ള ബാങ്കുകളും പള്ളികളും ഒക്കെ അവർക്കും വലുതായിരിക്കും. അതുകൊണ്ടിട്ടാണ് നമ്മള് അതിൻ്റെ അകത്ത് ഇടപെട്ടത്. അരുണേട്ട കേട്ടോ, ജെസിമോളുടെ അരുണേട്ട. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് സൗന്ദര്യം വാരിക്കൂരി കൊടുക്കും. പിന്നെ സൗന്ദര്യം ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, കറുത്തിട്ടുള്ള ആൾക്കാരുണ്ടാവും, വെളുത്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ നിനക്ക് പറയാനുള്ള ഈ ഒരു വോയിസ് ഉണ്ടോ അരുണേട്ട? സ്വന്തം മുഖം ഒന്ന് കണ്ണാടിയിൽ നോക്കൂ അരുണേട്ടാ. അരുണേട്ടൻ സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അരുണേട്ടൻ മറ്റുള്ള ആൾക്കാരെ വിമർശിക്കൂല. അതുപോലെ തന്നെ തന്റെ ഈ ജെസിമോൾ ഉണ്ടല്ലോ, ആ ജെസിമോളുടെ മുഖവും അല്ല, അത് നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ആ പുള്ളിക്കാരനെ കാണുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല, കാണാനൊക്കെ അത്യാവശ്യം സൗന്ദര്യമൊക്കെ ഉണ്ട്. പിന്നെ എന്തിനാ മറ്റുള്ളവരെ ബോഡി ഷേമിങ് ചെയ്യാൻ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ പറയുന്നെങ്കിലും ആ പറഞ്ഞ പുള്ളിക്കാരനെ കാണാൻ ഇവർ അരുണേട്ടൻ എന്ന് വിളിച്ചാൽ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ആ പുള്ളിക്കാരനെ കാണാനൊക്കെ കൊള്ളയൊക്കെ ചെയ്യാം. പിന്നെ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല, കൊള്ളായ്മയൊന്നുമില്ല. പിന്നെ സൗന്ദര്യം എന്ന് പറയുന്നത് ദൈവം നൽകുന്നതാണ്. അത് എത്ര സുന്ദരികളായാലും സുന്ദരന്മാരായാലും ചെറിയൊരു ആക്സിഡൻറ്റോ എന്തെങ്കിലും മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിരങ്ങോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് മറിഞ്ഞു വീണ് പല്ലിളകി പോയാലോ തീരത്തൊക്കെ കാര്യമേ ഉള്ളൂ. സൗന്ദര്യത്തിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല ചേച്ചി. അതുകൊണ്ട് സൗന്ദര്യത്തെക്കുറിച്ചൊന്നും പറയാതിരിക്കൂ പ്ലീസ്. ഇങ്ങനെ ഈ 32 പല്ല് കാണിച്ചിരിക്കുന്ന ആ ഒരു ഇതൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു നോക്ക്. പിന്നെ ഞാനിങ്ങനെ ഒരാളെ പറ്റിയിട്ട് സൗന്ദര്യത്തിനെ പറ്റി ഞാനിങ്ങനെ കുറ്റം പറയാറില്ല. കാരണം എന്തുകൊണ്ടാണെന്നറിയുമോ? അത് ഓരോ ആൾക്കാർക്ക് ദൈവം. അപ്പോൾ പിന്നെ ചേച്ചി ഇപ്പം പറഞ്ഞതോ? എന്തിനാ ചേച്ചി ഇങ്ങനെ പറയുന്നത്? ചേച്ചിയല്ലേ ഇപ്പം സൗന്ദര്യത്തെ പറ്റി പറഞ്ഞത്, എന്നിട്ട് പിന്നെ എന്തിനാ പറഞ്ഞില്ലെന്നൊക്കെ പറയുന്നത്? എന്താ ചേച്ചി ഇത്? പറയുന്ന വാക്കിനൊരു വ്യവസ്ഥയൊക്കെ വേണ്ടേ? കഴിവുകളാണ്. ഇപ്പം നിങ്ങൾ അരുണാചലിലെ ജെസിമോൾക്ക് നല്ലൊരു കഴിവ് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലെ? മറ്റുള്ള ഒരു രതീഷ് കപൂറിന്റെ ചിത്രം പകർത്തിയിട്ട് അത് കണ്ണനായിട്ട് മറ്റുള്ള ആൾക്കാർക്ക് കൈമാറുന്ന നല്ലൊരു മന്ത്രമല്ലേ അവൾക്ക് കിട്ടിയത്? അപ്പൊ അതിനൊക്കെ നമ്മൾ കുശുമ്പല്ലേ കാണിക്കേണ്ടത് അരുണേട്ടാ? ശരിയല്ലേ അരുണേട്ടാ? എന്താ അരുണേട്ടൻ ഇങ്ങനെ? അപ്പൊ എന്നെ പറ്റിയിട്ട് പശുവിന്റെ കോലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കേട്ടു അരുണേട്ടാ. സാരമില്ല, അതെനിക്ക് പശു എന്താ നല്ലതല്ലേ? അരുണേട്ടൻ നല്ലതല്ലേ? അപ്പൊ അരുണേട്ടന്റെ അമ്മ നമ്മുടെ നാട്ടുകാരിയല്ല, നമ്മുടെ നാട്ടിലാണ് പണിയെടുക്കുന്നത്, അഞ്ചരക്കണ്ടി അല്ലേ? അതൊക്കെ അറിയാം.
എന്നിരുന്നാലും അത് നടക്കട്ടെ, അതിൻ്റെതായ വഴിയിൽ നടക്കട്ടെ. കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അരുണേട്ടനെ പറ്റിയിട്ട് അവിടെയുള്ള ആൾക്കാരെ വിളിച്ച വോയിസുകളൊക്കെ അന്നേരം എന്റെ കയ്യിലുണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തപ്പി പൊടിഞ്ഞീക്കി എടുക്കണം അരുണേട്ടൻ, എന്നാലല്ലേ നമുക്ക് അതിൻ്റെതായ ഒരു ഗുമ്മ് കിട്ടും. പിന്നെ ജസിമോളെ, നിന്നെ പറ്റിയിട്ട് പറയാൻ എനിക്ക് ഈ അറപ്പാണ്. കാരണം എന്തുകൊണ്ടാണെന്നറിയുക, ആ ഒരു സംഭവം ഞാൻ കണ്ടതുകൊണ്ട്. ഓക്കെ, ആ സംഭവം എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, മനസ്സിലായത്? അത് ചെയ്യുന്നത് ശരിയല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അല്ലെങ്കിൽ പറയാതെ വന്നിട്ട് ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുത്ത് നിർത്തുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് പറയാനായിട്ട്. പക്ഷേ മറ്റു പലരും അത് വല്ലാതെ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയുക, ഇല്ലെങ്കിൽ പറയാതെ ഇരിക്കുക. മറ്റുള്ളവർക്ക് വെറുതെ എന്തിനാണ് ചേച്ചി തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്? പിന്നെയെന്ന് വെച്ചാൽ ചേച്ചി എന്തിനാണ് വെറുതെ പണി 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 കൊടുത്തിട്ട് പണി മേടിക്കാനായിട്ട് നിൽക്കരുത്. അതാണ് എനിക്ക് ചേച്ചിയോട് പറയാനുള്ളത്. അത് കാരണം വേറൊന്നും കൊണ്ടല്ല, ഇവരെ ആരെയും പേടിച്ചിട്ടൊന്നുമല്ല. എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കുക, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ നമ്മളിപ്പം മറ്റുള്ളവരെ ചെന്നിട്ട് എന്തിനാണ് ഈ പറയുന്ന, എനിക്ക് തോന്നുന്നു ഈ പുള്ളിക്കാരത്തി പശുവിൻ്റെ മുഖം കണക്കിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതാണ് അവരെ ഇപ്പോൾ നന്നായിട്ട് ചൊടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും തെറ്റ് തന്നെയാണ്. കാരണം ബോഡി ഷേമിങ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് ഡയറക്റ്റായിട്ട് പറയാവുന്നതല്ലേ ഉള്ളൂ. എന്തിനാണ് ബോഡി ഷേമിങ് ചെയ്യുന്നത്? അത് ആര് ചെയ്താലും തെറ്റ് തന്നെയല്ലേ. എന്തായാലും ഈ പുള്ളിക്കാരത്തി എന്തൊക്കെയോ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു ഭീഷണിയുടെ സ്വരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും എന്തിനാണ് വെറുതെ? നീ പക്ക മറ്റേതാണ് എന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം ആ വ്യവസായി ആരാണ്, എന്താണ്, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നുള്ളത് നല്ല വൃത്തിക്കറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് അധികം ഇങ്ങോട്ട് വളവെടുക്കരുത്. എടുത്താൽ അരുണേട്ട ബൈ, മോളെ ബൈ. സത്യം പറയാമല്ലോ, എനിക്കിവർ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമാണ്, സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ പരസ്പരം ചെളിവാരി എറിയാതിരിക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ ലസിത പാലക്കൽ എന്ന് പറയുന്ന സഹോദരിയോടാണ് എനിക്ക് പറയാനുള്ളത്. എന്തിനാണ് വെറുതെ, നിങ്ങൾക്ക് ആവശ്യത്തിലധികം ശത്രുക്കളുണ്ടല്ലോ, പിന്നെ അതിൻ്റെ ഇടയിൽ എന്തിനാണ് വീണ്ടും ഓരോന്നിനെ വലിച്ച് തലയിലേക്ക് വെക്കുന്നത്? പിന്നെ ഞാൻ പറഞ്ഞു എന്ന് കരുതിയിട്ടത് നിങ്ങൾ കേൾക്കാനൊന്നും പോകുന്നില്ല എന്ന് എനിക്കറിയാം. പിന്നീട് മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ, പറയുന്ന നമ്മുടെ താത്തച്ചിയുടെ കാര്യമെന്ന് വെച്ചാൽ, അവരുടെ വിഷയത്തിൽ സംസാരിക്കാനൊന്നും ഞാൻ ആളല്ല. കാരണം അവരുടെയൊക്കെ വായിൽ നിന്ന് വരുന്നത് എന്ന് വെച്ചാൽ നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്ന വാക്കുകളല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു വിഷയത്തിൽ ഞാൻ തലയിടാനായിട്ട് പോകുന്നില്ല. പേടിച്ചിട്ടൊന്നുമല്ല, അങ്ങനെ ആരെയും പേടിക്കുന്ന തരത്തിലുള്ള ആളുമല്ല ഞാൻ. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചവരുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് വിചാരിച്ചതിട്ട് മാത്രമാണ്, അല്ലാതെ വേറൊന്നും കൊണ്ട് മാത്രമല്ല. അപ്പോൾ അല്ലാതെ അതുകൊണ്ടൊന്നും ആരെയും പേടിച്ചിട്ടൊന്നുമല്ല. പിന്നെ ചിലവർക്ക് ഒരു വിചാരമുണ്ട്, എൻ്റെ തലമുടി മുട്ടയടിച്ചത് പേമ്പുഴുത്തിട്ടാണ് എന്നുള്ളൊരു ചിന്തയൊക്കെ ചിലർക്കുണ്ട്. ഒരിക്കലുമല്ല. അതെനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യവുമില്ല. അതെന്തുകൊണ്ടാണ് ഞാൻ തലമുടി മുട്ടയടിച്ചതെന്നുള്ള കാര്യം ഈശ്വരനും അറിയാം, എനിക്കും അറിയാം, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും അറിയാം, എൻ്റെ ബന്ധുക്കൾക്കും അറിയാം. അപ്പോൾ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ എൻ്റെ സംസ്കാരത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കുന്നൊരു വ്യക്തിയാണ്. എനിക്ക് നെഞ്ചിൽ കൈവച്ച് എനിക്ക് എവിടെയും പറയാൻ പറ്റും ഞാനൊരു ഹൈന്ദവ സ്ത്രീയാണെന്നുള്ളത്. എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എൻ്റെ തലമുണ്ടനം ചെയ്തത്. അതിന് പോലും അത് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമല്ല. അതിന് പോലും ഞാൻ മടിച്ചില്ല. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സംസ്കാരത്തെ അത്രയേറെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മതത്തെ അത്രയേറെ ബഹുമാനിക്കുന്നുമുണ്ട്. അതേസമയം മറ്റുള്ള മതങ്ങളെ ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട്. അല്ലാതെ പേയും പുഴുത്തിട്ടൊന്നുമല്ല. പേയും പുഴുത്താൽ മുടി മുട്ടയടിക്കേണ്ട ആവശ്യവുമില്ല. അത്രയേ ഉള്ളൂ. അത് ആര് പറഞ്ഞതിൻ്റെ മറുപടിയാണെന്നുള്ളത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. എനിക്ക് ആ കൂട്ടരോട് ചുമ്മാ സംസാരിക്കാനൊന്നും താല്പര്യമില്ല. കാരണം സംസാരിക്കാൻ തീരെ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. കാരണം അവരുടെ സംസ്കാരമല്ല നമ്മുടെ സംസ്കാരം, രണ്ടും രണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ഒത്തവരോട് വേണം നമ്മൾ എപ്പോഴും സംസാരിക്കാനും നേർക്ക് നേരെ നിൽക്കാനും ഉള്ളത്. പക്ഷേ നമ്മളെക്കാളും ഒരുപാട് താഴേക്ക് പോകുന്ന ആളുകളുമായിട്ട് ഒന്നിനും പോവാതിരിക്കുകയാണ് നല്ലത്. ഇപ്പോൾ ഇത് കേട്ടിട്ട് ഇതിന് ഓപ്പോസിറ്റായിട്ട് തെറി വീഡിയോയുമായിട്ടൊക്കെ അവർ വരും എന്ന് എനിക്ക് നന്നായിട്ടറിയാം. വന്നോട്ടെ, ഐ ഡോണ്ട് കെയർ, അത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് അശേഷം വിവരമില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് ഇംഗ്ലീഷ് വായിക്കാനേ അറിയാതെ ഉള്ളൂ.
ഓക്കെ, എനിക്ക് വിവരമില്ല, എനിക്ക് സംസ്കാരമില്ല, അക്ഷര വിദ്യാഭ്യാസം ഇല്ല എന്നുള്ള രീതിയിൽ ചിലവന്മാരൊക്കെ സംസാരിച്ചു. പക്ഷേ അതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അക്ഷര വിദ്യാഭ്യാസം കുറച്ച് കുറവാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റൊരു വ്യക്തിയാണ്. എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ല. അത് ഞാൻ എൻ്റെ ലൈവിൽ ഞാൻ എല്ലാവരോടും പറയാറുമുണ്ട്. പലരുടെയും പേര് പോലും എനിക്ക് വായിക്കാൻ ശരിക്കും അറിയില്ല. അത് ഞാൻ തുറന്ന് തന്നെ പറയാറുള്ളൂ. പിന്നെ ഇംഗ്ലീഷ് അറിയണമെന്നൊന്നുമില്ല, മലയാളം നല്ല പച്ച വെള്ളം കണക്ക് വായിക്കാനും എഴുതാനും എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. മലയാളം വായിക്കേണ്ടടുത്ത് മലയാളം വളരെ വ്യക്തമായിട്ട് നല്ല സ്ഫുടതയോടുകൂടിയും വായിക്കാൻ അറിയാം എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷല്ല ജീവിതത്തിൽ, ഇംഗ്ലീഷ് വായിക്കുന്നതല്ല ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പക്ഷേ ഈ ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലെങ്കിലും പബ്ലിക്കായിട്ട് വന്നിട്ട് എന്തൊക്കെ പറയാം, എന്തൊക്കെ പറഞ്ഞുകൂടെന്നുള്ള നല്ല ബോധ്യമുണ്ട് എനിക്ക്. കാരണം നമുക്ക് ചിലപ്പോൾ വായി തോന്നുന്നത് മുഴുവനും വിളിച്ച് പറയാൻ പറ്റും. പക്ഷേ അത് കാണുന്ന നമ്മുടെ മക്കൾ നമ്മുടെ ഒപ്പം ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ വീഡിയോകളായാലും നമുക്ക് എന്തും ആരോടും ദേഷ്യം വന്നിട്ട് പറയാൻ പറ്റും. കളിയാക്കിയായാലും അല്ലാതെ ആയാലും നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അത് നമ്മുടെ മക്കൾ കാണും. മക്കളുടെ മുന്നിൽ വെച്ചിട്ടാവരുത്. അത് ഞാൻ പഠിച്ച എൻ്റെ സംസ്കാരം. പിന്നെ നമ്മൾ എന്തും പറയുമ്പോഴത്തേക്ക് നമുക്ക് ചുറ്റും ഒരു സമൂഹമുണ്ട്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഉച്ചത്തിൽ സംസാരിക്കും, ചിലപ്പോൾ തേറി വിളിക്കുന്നതും ഉണ്ടാവും. പക്ഷേ നമ്മുടെ സമൂഹത്തിന് മുന്നിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സംസാരിക്കുന്നതിന് ചില ലിമിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? ഇംഗ്ലീഷ് അറിയണമെന്നില്ല, അത് മനസ്സിലാക്കുന്നതിന് വിവരം വേണം. പിന്നെ അതുകൊണ്ട് തന്നെയാണ്, അല്ലാതെ പേടിച്ചിട്ടും ഭയന്ന് മാറിയിട്ടൊന്നുമല്ല. എനിക്കൊപ്പം സംസാരിക്കാനുള്ള വിവരമുള്ളവരടുത്ത്, സംസ്കാരമുള്ളവരടുത്ത് മാത്രമേ സംസാരിക്കാനും കൊമ്പ് കോർക്കാനും എനിക്ക് താല്പര്യമുള്ളൂ. പ്രത്യേകിച്ചും ആരോടും കൊമ്പ് കോർക്കാനൊന്നും എനിക്ക് താല്പര്യമുള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ പോലും ആരോടും യുദ്ധത്തിനൊന്നുമല്ല എനിക്ക് താല്പര്യമില്ല. ഇത് എൻ്റെ യൂട്യൂബ് ചാനലാണ്. ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു വരുമാനം, അത് മാത്രമേ ഉള്ളൂ എനിക്ക് ലക്ഷ്യമായിട്ട്, അല്ലാതെ വേറൊന്നുമില്ല. ഓക്കെ. പിന്നെ എന്നെ പറയുന്നവർ, എനിക്ക് തലയിൽ പേൻ പുഴുത്തു എന്നൊക്കെ പറഞ്ഞ പാർട്ടികളുണ്ടല്ലോ, പറയട്ടെ, എന്ത് വേണേലും പറഞ്ഞോട്ടെ. ഈ കൂട്ടർ എന്തും ആരെയും പറയാൻ ഒരു അറപ്പുമില്ലാത്ത പാർട്ടികളാണ്. അവരെന്തും പറയും, ആരെയും എന്തും പറയും. അവർക്ക് ഉളുപ്പില്ല. പക്ഷെ നമ്മൾ അത്തരത്തിലുള്ളതല്ല. നമ്മൾ വളർന്ന ഒരു സംസ്കാരമുണ്ട് നമുക്ക്. നമ്മൾ വളർന്ന ചില ചിട്ടകളുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പോലുള്ളൊരു സ്ഥലത്ത് വന്നിട്ട് എന്ത് സംസാരിക്കണം, എന്ത് സംസാരിച്ചുകൂടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ മക്കളുടെ മുന്നിൽ വെച്ചിട്ടൊന്നും പറയാൻ പാടില്ലാത്തൊരു ഭാഷകൾ ഞാൻ പറയില്ല. അതുകൊണ്ട് തന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട് ഉത്തര ഉണ്ണിക്കുള്ള മറുപടിയായിട്ട് വേറെ വരുന്ന. ഉത്തര ഉണ്ണി എന്ന് വെച്ചാൽ അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന, അത്യാവശ്യം റീച്ചുള്ളൊരു യൂട്യൂബ് ചാനൽ തന്നെയാണ്. ഉത്തര ഉണ്ണിയുടെ ഫോട്ടോ എടുത്തിട്ടോ അല്ലെങ്കിൽ ഉത്തര ഉണ്ണി എന്ന് പറഞ്ഞ് ഈ ഒരു പേര് പറഞ്ഞാൽ പോലും എല്ലാവർക്കും അറിയാം അത്യാവശ്യമൊക്കെ. ഭയങ്കര റീച്ചൊന്നും ഇല്ലെങ്കിലും എനിക്കൊരുപാട് സബ്സ്ക്രൈബേഴ്സൊന്നുമില്ല. അത് സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. എനിക്ക് ആകെ 23,000-ഓളം സബ്സ്ക്രൈബറേ ഉള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 3 മാസം മാത്രമേ ആയിട്ടും ഉള്ളൂ. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഈ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് എനിക്ക് ഈ ഇത്രയും സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ അതെൻ്റെ വിജയം തന്നെയാണ്. അതിലെനിക്ക് ഒരു തർക്കവുമില്ല. ഞാൻ എൻ്റെ കഷ്ടപ്പാടിൻ്റെയും എൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്നുമൊക്കെ എനിക്ക് ഒരു ചെറിയൊരു വരുമാന മാർഗം കണ്ടെത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ യൂട്യൂബ് ചാനലുമായിട്ട് മുന്നോട്ട് വന്നത്. അല്ലാതെ മറ്റുള്ളവരുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടോ മറ്റുള്ളവരെ തെറിവിളി മത്സരം നടത്താൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഇംഗ്ലീഷ് കുറേ അറിയാമെങ്കിൽ ലോകത്തിൽ എല്ലാം അങ്ങ് നേടി എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് കുറേ എണ്ണം. ഇംഗ്ലീഷൊന്നും ഒന്നുമല്ല. ഈ ഇംഗ്ലീഷുകാരെയാണ് ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് അടിച്ചു പൊട്ടിച്ചതെന്നും കൂടി ഓർക്കണം. ഇന്ന് സായിപ്പിൻ്റെ ഭാഷയുടെ പുറകെ എല്ലാവരും പോകുന്നുണ്ടെങ്കിലും സായിപ്പിൻ്റെ ഭാഷ എനിക്കറിയില്ല, അതിലെനിക്ക് ഒരു അപമാനവും ഇല്ല. ഞാനത് എവിടെയും പറയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അന്തസ്സായിട്ട് മലയാളം സംസാരിക്കാനും എഴുതാനും എനിക്കറിയാം. ഒരു പോയിൻ്റ് പോലും തെറ്റാതെ മലയാളം എഴുതാൻ എനിക്ക് കഴിയും. അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. പിന്നെ ഇതിൻ്റെ മറുപടിയായിട്ട് വീഡിയോ ആയിട്ട് വരുന്നവർ വന്നോട്ടെ. എൻ്റെ പേരെടുത്തിട്ടിട്ട് ഞാൻ ഈ പറയുന്ന പോലെ അത്യാവശ്യം ഉത്തര ഉണ്ണിക്കുള്ള മറുപടി എന്നും പറഞ്ഞിട്ടൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് വ്യൂസ് കിട്ടുന്നെങ്കിൽ മേടിച്ചോട്ടെ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പലരും വിചാരിക്കും ഷാജി പറഞ്ഞ അതേ ഡയലോഗാണ് ഞാൻ പറഞ്ഞതെന്നുള്ളത്. ഇത് ഞാൻ എല്ലാവരെയും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്.
ഞാൻ ആരെയാണോ ഉദ്ദേശിച്ച് പറഞ്ഞത് അത് അവർക്ക് നന്നായിട്ട് മനസ്സിലാവും ഈ ഒരു വീഡിയോ കാണുമ്പോൾ. ആ ഒരു വ്യക്തികളെ മാത്രം ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, അല്ലാതെ മറ്റു യൂട്യൂബേഴ്സിനെ ഉദ്ദേശിച്ചേ അല്ല പറഞ്ഞത്. അത് ഇതിൻ്റെ ഈ ഒരു പോയിന്റ് മാത്രം കട്ട് ചെയ്തിട്ട് ആരും എന്നെ ഏറിൽ കയറ്റി വിടാനായിട്ട് നിൽക്കണ്ട. ചിലപ്പോൾ നമ്മുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സഹോദരങ്ങൾ ഈ ഒരു ഭാഗം മാത്രമായിട്ട് ഉത്തര ഉണ്ണി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീഡിയോ എടുത്തിട്ടിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ പേരൊക്കെ വിമർശിക്കും എന്നും പറഞ്ഞിട്ട്. ശരിക്കും അങ്ങനെയല്ല, ഞാൻ ഒരേ ഒരു വ്യക്തിയെ മാത്രം ഉദ്ദേശിച്ചാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അവരുടെയൊക്കെ ഒരു രീതി എന്ന് വെച്ചാൽ നമ്മൾ കണ്ടൻറ്റ് മറ്റുള്ളവരുടെ വീഡിയോയിൽ നിന്ന് എടുത്ത് വീഡിയോ ചെയ്യുന്നു. പക്ഷേ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിടുന്ന കമൻറ്റുകൾ എടുത്ത് വായിച്ച് കണ്ടൻ്റ് ആക്കുന്നു, അത്രയേ ഉള്ളൂ. അത് അവരുടെ ഒരു രീതി. അതിന് അങ്ങനെ ചെയ്തുകൂടാന്നൊന്നുമില്ല. അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതവർ ആ ഒരു രീതിയിൽ പോട്ടെ, അത് അവരുടെ ഇഷ്ടം. അതിലൊന്നും നമ്മളൊന്നും പറയുന്നില്ല. പക്ഷേ എന്ന് കരുതിയിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കെതിരെയും വീഡിയോ ചെയ്യും. അതിന് ഉത്തരം മാത്രമല്ല വീഡിയോ ചെയ്യുന്നത്, ഉത്തരയ്ക്കുള്ള മറുപടി പിന്നാലെ വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര മറുപടി ഇട്ടാലും നിങ്ങളുടെ സംസ്കാരം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മറുപടിക്ക് പിന്നാലെ വരാൻ ഷെഫീന ഇത്തയെ പോലെ ഞാൻ തയ്യാറല്ല. കാരണം സ്വന്തം മക്കളുടെ മുന്നിൽ വെച്ചിട്ടൊക്കെ നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ എന്താണെന്ന് ഞാൻ കേട്ടതാണ്. ഷെഫീന ഇത്തയ്ക്കുള്ള മറുപടിയിൽ ഞാൻ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും സംസ്കാരം താഴേക്ക് പോകുന്ന നിങ്ങളോടത്ത് സംസാരിക്കാനും ഞാൻ ആളല്ല. ഇനി ഞാൻ കേൾക്കും എന്നുള്ള രീതിയിൽ ഞാൻ കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതൊരു കണ്ടൻ്റാക്കി വീഡിയോ ചെയ്യുന്ന എനിക്ക് നന്നായിട്ടറിയാം. കാരണം ഉത്തര ഉണ്ണിക്കുള്ള മറുപടി എന്ന് പറഞ്ഞ് നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് വ്യൂസ് കിട്ടും. പ്രത്യേകിച്ചും നല്ല രീതിയിലുള്ള നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന ആ ഒരു തെറി കേൾക്കാൻ വേണ്ടിയിട്ട് ആളുകൾ നല്ല രീതിയിൽ വീഡിയോ കാണുകയും ചെയ്യും. അപ്പോൾ എന്നെ ഒരു കണ്ടൻ്റ് ആക്കിയിട്ട് നിങ്ങൾ എടുക്കുന്നത് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എനിക്കത് വെറും ഇതാണ്. ഞാൻ അതിൻ്റെ മറുപടിയായിട്ട് വരാനൊന്നും പോകുന്നില്ല. എനിക്ക് വേറെ പണിയുണ്ട്. എനിക്ക് വേറെ എത്രയോ നല്ല നല്ല വീഡിയോകളുണ്ട് ചെയ്യാനായിട്ട്. എനിക്ക് നിങ്ങളുടെ പുറകെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്നാൽ ചോദിക്കും, നിങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങളെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടില്ലേന്ന്? ചെയ്തിട്ടുണ്ട്. അത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും ചെയ്യാറുണ്ട്, എല്ലാവരെ പറ്റിയും ചെയ്യാറുണ്ട്. എന്നെ പറ്റിയും പലരും ചെയ്തിട്ടുണ്ട് വീഡിയോ. അതുകൊണ്ട് അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ നിങ്ങളിടുന്ന വീഡിയോയുടെ പിന്നാലെ വരാനൊന്നും, ചിലപ്പോൾ നിങ്ങളിടുന്ന വീഡിയോ ഞാൻ കാണുമായിരിക്കും, പക്ഷേ എന്നാലും അതിൻ്റെ പിന്നാലെ അലയാനൊന്നും ഞാൻ നിൽക്കില്ല. എന്നിട്ട് വേണം നിങ്ങൾക്ക് വീണ്ടും എന്നെ വെച്ച് വീണ്ടും കണ്ടൻറ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനായിട്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. ഞാൻ ഈ ലസിത പാലക്കൽ എന്ന് പറയുന്ന ഈ ഒരു ലേഡിയുടെ വീഡിയോ എടുത്തിട്ടത് പോലും ഞാൻ ശരിക്കും ഇതൊന്നും സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. പക്ഷേ അത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതുകൂടി ഒന്ന് പറയണമെന്ന്. ശരിക്കും ആ ഒരു വീഡിയോ എടുത്തിട്ടത് പോലും എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല. കണ്ടപ്പോൾ എന്നാലും തോന്നി എടുത്തിടണമെന്ന് തോന്നി, അതുകൊണ്ട് എടുത്തിട്ടേ ഉള്ളൂ. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ പലരുടെയും റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന സമയത്തിന് നമ്മൾ പലരെയും പറ്റിയിട്ടും അവരുടെ ചാനലിൽ നിന്ന് എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും അങ്ങനെ തന്നെയാണ് റിയാക്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഈ പറയുന്ന കക്ഷികളാണ്, അവരെ പറ്റി ആര് വിമർശിച്ചാലും അവർ പച്ചത്തെറിയുമായിട്ട് പിന്നാലെ കാണും. എന്നിട്ട് അവരത് കണ്ടൻ്റാക്കും. എന്തല്ലേ, കണ്ടൻ്റാക്കിക്കോ, എന്നെ വെച്ച് നിങ്ങൾ കണ്ടൻ്റാക്കിക്കോ. നിങ്ങൾ പറഞ്ഞല്ലോ ഇനി അടുത്ത മറുപടി ഉത്തര ഉണ്ണിക്കാണെന്ന്. നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് എന്നെപ്പറ്റി തരാനുള്ളത്? എന്നെപ്പറ്റി ഒന്നും നിങ്ങൾക്ക് തരാനില്ല. എൻ്റെ വീഡിയോകൾ പരിശോധിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ പരിശോധിച്ചാൽ പോലും അതിനകത്ത് മോശമായിട്ടൊന്നുമില്ല. എൻ്റെ ഒരു വീഡിയോയിൽ, എൻ്റെ ഒരു ലൈവിൽ പോലും മോശമായിട്ടൊന്നുമില്ല. അത് എനിക്ക് 100% ഉറപ്പായിട്ട് പറയാൻ പറ്റും. പിന്നെ എൻ്റെ നാട്ടിൽ വന്ന് അന്വേഷിച്ചാൽ എന്നെപ്പറ്റി ആരും ഒരു മോശമായിട്ട് പറയത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഇഷ്ടം പോലെ ആയിക്കോ. നിങ്ങളുടെ പിന്നാലെ അലയാനൊന്നും എനിക്ക് നേരമില്ല. എനിക്ക് ആ സമയത്തിന് ഞാൻ പോയി ഈശ്വരനാമം ജപിക്കും, അത്രയേ ഉള്ളൂ.